മുനിസിപ്പാലിറ്റിയിൽ ഭരണം തിരികെ പിടിക്കുമെന്നതിൽ ഒരു സംശയവുമില്ലെന്ന് UDF അവകാശപ്പെടുന്നു. വാർഡുകൾക്ക് അനുയോജ്യരായ സ്ഥാനാർത്ഥികളും ഒറ്റക്കെട്ടായ പ്രവർത്തനവും വിജയഘടകമാകും. LDF ഭരണം തികഞ്ഞ പരാജയമാണെന്ന തിരിച്ചറിവും വോട്ടർമാർക്കുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് ഷമീർ പനക്കൽ വ്യക്തമാക്കി. കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ UDFന് ഭരണം തിരിച്ചുപിടിക്കാൻ കഴിയും. ഓരോ വാർഡിനും പ്രദേശങ്ങൾക്കും അനുയോജ്യമായ സ്ഥാനാർത്ഥികളെയാണ് UDF മത്സരിപ്പിക്കുന്നത്. UDF ഒറ്റക്കെട്ടായാണ് മത്സരിക്കുന്നതെന്നും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ പറഞ്ഞു. കോതമംഗലം നഗരസഭയുടെ നാളിതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ ആ ചരിത്രത്തിൻ്റെ തിരുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത തരത്തിൽ മൃഗീയ ഭൂരിപക്ഷത്തിന് ഈ നഗരസഭ UDF തിരിച്ചുപിടിച്ചിരിക്കും. അങ്ങനെ തിരിച്ചുപിടിച്ചാൽ കോതമംഗലത്തിൻ്റെ പൊതുസമൂഹം ഈ നഗരസഭാ ഭരണം UDFനായി ഒരു ഭരണ സംവിധാനം ഒരുക്കി തരുമ്പോൾ ഞങ്ങൾ ഇവിടെ പരിഹാരമില്ലാതെ പോയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരമുണ്ടാക്കുന്നതിന് കോൺഗ്രസ് പാർട്ടിയും UDFും പ്രതിജ്ഞാബദ്ധമായിരിക്കുമെന്ന് ഈ നഗരത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കോൺഗ്രസ് പാർട്ടിയും UDFും ഉറപ്പു നൽകാൻ ഈ അവസരം ഉപയോഗിക്കുക. ഈ 5 വർഷത്തെ LDF ഭരണം മുനിസിപ്പാലിറ്റിയിൽ ഇതുവരെയുണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശമാണ്. കറുത്ത കാലഘട്ടമാണ് കടന്നുപോകുന്നത്. പദ്ധതി വിഹിതം പോലും ശരിയാവണ്ണം ചെലവഴിക്കാൻ കഴിഞ്ഞില്ല. സംസ്ഥാനത്ത് 88 മുനിസിപ്പാലിറ്റികളിൽ 83ാം സ്ഥാനമാണ് കോതമംഗലത്തിനുള്ളതെന്നും ഷമീർ പനക്കൽ പറഞ്ഞു. ഈ കഴിഞ്ഞ 2020 മുതൽ 25 വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു കറുത്ത കാലഘട്ടമായിട്ടാണ് അടയാളപ്പെടുത്താൻ കഴിയുക. നഗരസഭയുടെ പൊതുവികസന പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ക്ഷേമ പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചാലും കഴിഞ്ഞ 5 വർഷക്കാലവും കേരളത്തിലെ മറ്റ് നഗരസഭകളുമായി കമ്പാരിസൺ നടത്തുമ്പോൾ വളരെ പുറകിലായിരുന്നു കോതമംഗലം നഗരസഭ. 5 വർഷക്കാലം പദ്ധതി വിഹിതമായി അനുവദിച്ച് കിട്ടിയ പൈസ ചെലവഴിക്കുന്ന കാര്യത്തിൽ പൂർണ്ണ പരാജയമായിരുന്നു ഈ കൗൺസിൽ കഴിഞ്ഞ 5 വർഷവും. 30-35% തുക മാത്രമാണ് കഴിഞ്ഞ 5 വർഷവും ഈ ഭരണസമിതിക്ക് ചെലവഴിക്കാൻ പറ്റിയിട്ടുള്ളത്. കേരളത്തിലെ 88 നഗരസഭകളിൽ 83ാമത്തെ സ്ഥാനമായിരുന്നു കോതമംഗലം നഗരസഭയ്ക്കുണ്ടായിരുന്നത്. തുടർച്ചയായി കോൺഗ്രസും UDFും ഭരിച്ചുകൊണ്ടിരുന്ന ഈ നഗരസഭ പദ്ധതി നിർവഹണത്തിലും മറ്റിതര പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കുന്ന കാര്യത്തിലുമൊക്കെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നതിനുമൊക്കെ വലിയ പ്ലാനിംഗ് നടത്തി മുമ്പോട്ട് പോയിരുന്ന കാലഘട്ടത്തിൽ നിന്നാണ് 5 വർഷക്കാലം ഈ നഗരഭരണം പൂർണ്ണമായും പരാജയപ്പെടുന്ന സാഹചര്യം. പൊതുശ്മശാനം, ടൗൺ ഹാൾ എന്നിവയുൾപ്പെടെയുള്ള പദ്ധതികളാണ് നേട്ടങ്ങളുടെ പട്ടികയിൽ LDF ഉൾപ്പെടുത്തിയിട്ടുള്ളത്. UDFന്റെ ഭരണകാലത്ത് നടക്കേണ്ട പദ്ധതികൾ തടസ്സപ്പെടുത്തിയ LDFന് തങ്ങളുടെ ഭരണകാലത്തും അവ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് ഷമീർ പനക്കൽ ആരോപിക്കുന്നത്. തുടർന്ന് വന്ന UDF കൗൺസിൽ നമ്മുടെ ഡംപിങ് യാർഡിനോട് ചേർന്ന് 3 ഏക്കറോളം സ്ഥലം വാങ്ങുകയും അവിടെ ഈ ക്രമിറ്റോറിയം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ASും TSും അടങ്ങുന്ന ഘട്ടങ്ങളൊക്കെ കടന്നുപോയി. അതെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷമാണ് ആ കൗൺസിൽ അധികാരത്തിൽ നിന്ന് പോകുന്നത്. പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലവും വന്ന ഈ ഭരണസമിതിക്ക് അവിടെ ആ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ടൗൺ ഹാൾ നിർമ്മിക്കുക, ആ തോടൊന്ന് അതിൻ്റെ ദിശ മാറ്റി ഒഴുക്കിക്കൊണ്ട് കൂടുതൽ സുഗമമായി ആ തോട് ഒഴുക്കി അവിടെ ഒരു പുതിയ മൾട്ടി സ്പെഷ്യാലിറ്റി ടൗൺ ഹാൾ എന്ന് പറയുന്ന UDFൻ്റെ കൺസെപ്റ്റ് അവിടെ നിർമ്മാണ പ്രവർത്തനം UDFൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച. പക്ഷേ ദൗർഭാഗ്യവശാൽ കോതമംഗലത്തെ LDF നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അവിടെ അനാവശ്യമായ കോലാഹലങ്ങളും സമരങ്ങളുമൊക്കെ സംഘടിപ്പിച്ച് ആ കരാറുകാരനെ തന്നെ ആ പണിയിൽ നിന്ന് പിന്നോട്ട് പോകുന്ന തരത്തിൽ ഭീഷണിപ്പെടുത്തി ഒഴിവാക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ആ കരാറുകാരനെ മാറ്റിയതിന് ശേഷം 5 വർഷക്കാലം സംസ്ഥാന ഭരണം ഉണ്ടായിരുന്നു. കോതമംഗലത്തെ LDF MLA ഉണ്ടായിരുന്നു. കോതമംഗലത്തെ നഗരസഭാ ഭരണം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും ടൗൺ ഹാൾ എവിടെയെന്ന് കോതമംഗലത്തെ പൊതുസമൂഹത്തിൽപ്പെട്ട ആരെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാൻ ഇടതുപക്ഷത്തിന് കഴിയേണ്ട ഈ തെരഞ്ഞെടുപ്പ്. GTV ന്യൂസ്, കോതമംഗലം.